പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ, ഒരു നിയന്ത്രണവും ഇല്ലാതെ സർവതന്ത്ര സ്വതന്ത്രരായി ജീവിക്കാനുള്ള അവകാശമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന് കരുതപ്പെടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിന്റെ അതിർവരമ്പുമാണ്, അതിന്റെ പരിധികളാണ്. പരിധികളില്ലാത്തതൊക്കെയും അപകടകരമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. വെള്ളം മഴ പെയ്ത് ഭൂമിയിലേക്ക് വർഷിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ പരിധിയിൽ, തോടുകളുടെ പരിധിയിൽ, പുഴയുടെ പരിധിയിൽ, കടലിന്റെ പരിധിയിൽ ഒതുങ്ങി ഒഴുകുകയാണെങ്കിൽ അത് നമുക്ക് കണ്ടു നിൽക്കാൻ സന്തോഷമുള്ള ആനന്ദകരമായ ഒരു കാഴ്ചയാണ്. അതേസമയത്ത് മഴ തുടരുകയും വെള്ളം നിലക്കാതെ അത് പുഴയുടെ അതിർത്തികൾ ഭേദിച്ച്, നമ്മുടെ അരിച്ചാലുകളുടെ അതിർത്തികൾ ഭേദിച്ച്, തോടുകളുടെ അതിർത്തികൾ ഭേദിച്ച് അത് നമ്മുടെ പറമ്പിലേക്കും നമ്മുടെ സിറ്റൗട്ടിലേക്കും വീടിനകത്തേക്കും കയറി വരാൻ തുടങ്ങിയാൽ ആ മഴവെള്ളത്തിന്റെ കാഴ്ച ഒട്ടും നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന കാഴ്ചയല്ല. നമ്മൾ അപകടം മണക്കും. അതുവരെ കുടയും ചൂടി പുഴയിലെ വെള്ളം കണ്ട് ആസ്വദിച്ചു നിന്ന നമ്മൾ അതേ വെള്ളം അതിര് കവിഞ്ഞൊഴുകി നമ്മുടെ പറമ്പിലേക്കും വീടുകളിലേക്കും കടന്നു വരാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദിയുണരും, നമ്മൾ അപകടം മണക്കും എന്നതാണ് യാഥാർത്ഥ്യം. ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. പരിധികളുള്ളത്, ആ പരിധിക്കകത്ത് നിൽക്കുന്നത്, അതാണ് സൗന്ദര്യമുള്ള ജീവിതം, മനോഹരമായ ജീവിതം. പരിധികൾ ഭേദിച്ചാൽ, അതിര് കടന്നാൽ അത് ജീവിതത്തിൽ അപകടങ്ങൾ മാത്രമേ വരുത്തി വെക്കുകയുള്ളൂ എന്ന ബോധം നമുക്കുണ്ടാകണം. അവിടെയാണ് എന്റെ പരിധികൾ പാലിക്കുക, അല്ലാഹുവിന്റെ പരിധികൾ പാലിക്കുക എന്ന ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് സവിശേഷമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് നമ്മെ ഉണർത്തിയിട്ടുള്ള കാര്യത്തിന്റെ പ്രാധാന്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് പാഠങ്ങൾ ഞാൻ പറഞ്ഞ ചരിത്ര സംഭവത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ, അതേത് തരം ബന്ധങ്ങളാണെങ്കിലും പ്രത്യേകിച്ചും കുടുംബ ബന്ധം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദീനാകുന്നു. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള വാക്യമാണ്. ബന്ധങ്ങൾ അത് അടിസ്ഥാനപരമായി ദീനിൽ അധിഷ്ഠിതമായിട്ടാണ് നിലനിൽക്കുക. അപ്പോഴാണ് ബന്ധങ്ങൾ നന്നാവുക. ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പരമ്പരാഗതമായി സങ്കല്പിച്ചു പോരുന്ന ആരാധനകൾക്കല്ല, അല്ലെങ്കിൽ ആരാധനകൾക്ക് മാത്രമല്ല ദീൻ എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയതുപോലെ അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്, ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാകുന്നു. അതുകൊണ്ട് സൽസ്വഭാവത്തിലൂടെയാണ്